യുദ്ധദേവതമാരുടെ ഗണത്തിൽപ്പെടുന്ന ദേവിയാണ് കുണ്ടോറ ചാമുണ്ഡി. ഉത്തര കേരളത്തിൽ ചന്ദ്രഗിരി പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കും ഇടയിൽ നീളുന്ന സ്ഥലങ്ങളിലാണ് കുണ്ടോറ ചാമുണ്ഡി തെയ്യമായി കെട്ടിയാടുന്നത്. നാട്ടേക്ക് നാട്ടുപരദേവതയായും വീട്ടേക്ക് വീട്ടുപരദേവതയുമായ ദേവിയാണ് കുണ്ടോറ ചാമുണ്ഡി എന്നാണ് വിശ്വാസം. തെയ്യപ്രപഞ്ചത്തിലെ തന്നെ അതിപ്രാചീനമായ ഒരു കോലമാണ് കുണ്ടോറ ചാമുണ്ഡി. കുണ്ടോറ ചാമുണ്ഡി, കുണ്ടാടി ചാമുണ്ഡി, കുണ്ടൂർ ചാമുണ്ഡി എന്നീ പേരുകളിലും ഈ ദേവി അറിയപ്പെടുന്നു. 7 ലോകത്തും വിനാശം വിതച്ച ദുഷ്ടനായ ദാരികാസുരനെ വധിച്ച സാക്ഷാൽ കാളി തന്നെയാണ് കുണ്ടോറ ചാമുണ്ഡി എന്നാണ് വിശ്വാസം. കുണ്ടോറ ചാമുണ്ഡിയുടെ പുരാവൃത്തം ഇപ്രകാരമാണ്. ദാരികാസുരന്റെ ദുഷ്ടപ്രവൃത്തികൾ കാരണം പൊറുതിമുട്ടിയ ദേവതകൾ സാക്ഷാൽ പരമശിവനിൽ അഭയം പ്രാപിച്ചു. ദാരികാസുരനെ വധിക്കാൻ നിശ്ചയിച്ച പരമശിവൻ മഹാതാണ്ഡവമാടുകയും അതിനുശേഷം അഗ്നിയിൽ നിന്നും മഹാശക്തികളായ 6 പെൺമക്കളായ കാളികളെ ജനിപ്പിക്കുകയും ചെയ്തു. മഹേശ്വരൻ 6 പൊന്മക്കളിൽ പ്രധാനിയായ ഒരു കാളിയോട് നിന്റെ അവതാര ഉദ്ദേശം ദാരികാസുര നിഗ്രഹമാണെന്ന് ധരിപ്പിച്ച് 18 കൈകളിലും ആയുധം നൽകി യുദ്ധത്തിനായി അയച്ചു. പിതാവിൻ്റെ ഇംഗിതമനുസരിച്ച് യുദ്ധത്തിന് പുറപ്പെട്ട കാളി കൂട്ടിനായി വേതാളത്തെയും വിളിച്ചു. ഉദയകൂല പർവ്വതത്തിൽ തലവെച്ച് അസ്തമയകൂല പർവ്വതത്തിൽ കാൽവെച്ച് ഗാഠനിദ്രയിലായിരുന്ന വേതാളത്തെ ദേവി വിളിച്ചുണർത്തി. കൊടുങ്കാറ്റുപോലെ ഉണർന്ന ഭീകര രൂപത്തിനോട് എൻ്റെ കൂടെ യുദ്ധത്തിന് വരുമോ എന്ന് കാളി ചോദിച്ചു. പന്തീരാണ്ടായി വിശന്നു കിടക്കുന്ന നിനക്ക് വല്ലാസുരൻ്റെ രക്തവും കരളും തരാമെന്ന് കാളി വേതാളത്തോട് പറഞ്ഞു. അതനുസരിച്ച് കാളിയെ ചുമലിലേറ്റി വേതാളം ദാരികാസുരൻ്റെ കോട്ടയിലേക്ക് കുതിച്ചു. ഭിക്ഷുകി വേഷത്തിലെത്തിയ കാളി ദാരികാസുരൻ്റെ പത്നി കാലകേയ പൊന്മകളോട് മുൻമൊഴി മന്ത്രം കൈക്കലാക്കിയ ശേഷം യഥാർത്ഥ രൂപം കൊണ്ട് പടക്കിറങ്ങി. 7 നാൾ ദാരികനോട് ഘോരയുദ്ധം ചെയ്തതിനു ശേഷം 8ാം നാൾ തളർന്ന ദാരികനെ കാളിക്ക് വേതാളത്തിൻ്റെ നാവിൽ കിടത്തി തലമുടി പിടിച്ചു വലിച്ച് കഴുത്തെടുത്ത് നിഗ്രഹിച്ചു എന്നാണ് കഥ. ദാരിക നിഗ്രഹത്തിന് ശേഷം അശുദ്ധി തീർക്കാൻ കാളി കാവേരിയിൽ നീരാടി. കാവേരിയിൽ നീരാടുന്ന സമയത്ത് മറുകരയിലുണ്ടായിരുന്ന കുണ്ടോറ തന്ത്രിക്കും 8 തന്ത്രിക്കും കാളി കുളിയിലും നിത്യകർമ്മത്തിലും തപ്പും പിഴയും വരുത്തി. ഇത് മനസ്സിലാക്കിയ കുണ്ടോറ തന്ത്രി ഒരു ചെമ്പ് പാത്രത്തിൽ കാളിയെ ആവാഹിച്ചെടുത്ത ചെമ്പ് പാത്രവും എടുത്ത് തന്ത്രിമാർ യാത്രയായി. യാത്രാവഴിയെ പാൽ ചുരത്തുന്ന ഒരു മരത്തണലിൽ തന്ത്രിമാർ വിശ്രമിച്ചു. തന്ത്രിമാർ വിശ്രമിക്കുന്ന വേളയിൽ കാളി തൻ്റെ മന്ത്രശക്തിയാൽ ഇളം കാറ്റൊഴുക്കി തന്ത്രിമാരെ മയക്കി കിടത്തി. പിന്നെ ഒരു വലിയ പ്രകമ്പനത്തോടെ ചെമ്പ് പാത്രം പൊട്ടിത്തെറിച്ച് കാളി പുറത്തു വന്നു. രൗദ്രഭാവം പൂണ്ടു നിന്നു. കുമ്പള കൂലോത്തെ 101 ആലയിലുള്ള കന്നുകാലികളെ ഒറ്റ രാവിൽ കാളി തിന്നു തീർത്തു. കാളി സാന്നിധ്യം മനസ്സിലാക്കിയ നാടുവാഴി ഇത്ര കണ്ട് ശക്തിയുള്ള ദേവിയാണെങ്കിൽ തൻ്റെ കന്നുകാലികളെ പഴയ പോലെയാക്കി തന്നാൽ കുണ്ടോറപ്പൻ്റെ വലതുഭാഗത്ത് ഇരിക്കാൻ പീഠവും പിടിക്കാൻ ആയുധവും നൽകി കുടിയിരുത്താം എന്ന് പറഞ്ഞു. പറഞ്ഞു തീരും മുമ്പേ കാളി തൻ്റെ ശക്തിയാൽ കാലികളെയൊക്കെ പഴയപടിയാക്കി. ഇത് കണ്ട് ഭയഭക്തിയോടെ വാഴുന്നോർ താൻ കൊടുത്ത വാക്കുപ്രകാരം കാളിയെ കുണ്ടോറപ്പൻ്റെ വലതുഭാഗത്ത് സ്ഥാനം കൊടുത്ത് ഇരുത്തി. അങ്ങനെ കാളിക്ക് കുണ്ടോറ ചാമുണ്ഡി എന്ന പേര് വന്നു. പിന്നീട് അവിടെ നിന്നും തെക്കുഭാഗത്തേക്ക് യാത്രയായി കീഴൂർ എന്ന സ്ഥലത്തെത്തി. എന്നാൽ അവിടെ കീഴൂർ ശാസ്താവ് ആർക്കും തൃക്കാൽ തെറ്റി വഴി കൊടുക്കുമായിരുന്നില്ല. ഒരു വ്യാഴവട്ടക്കാലം ഒറ്റക്കാലിൽ ഊന്നി തപസ്സിരുന്നിട്ടും കീഴൂർ ശാസ്താവ് കാളിക്ക് വഴി കൊടുത്തില്ല. ഇതിൽ പ്രകോപിതയായ കാളി ആ നാട്ടിൽ മുഴുവൻ അനർത്ഥങ്ങൾ വിതച്ചു. ശാസ്താവിൻ്റെ പൂജാരി ദാരുണമായി കൊല്ലപ്പെട്ടു. കണ്ണു തുറന്ന ശാസ്താവ് കാളിയോട് ശക്തി തെളിയിക്കാൻ പറഞ്ഞു. കാഞ്ഞിരോട്ട് പെരുമ്പുഴക്കരയിലെ മൺതരികൾ തൂറ്റിപ്പാറ്റി പിരിച്ച് പടുകൂറ്റൻ കമ്പയുണ്ടാക്കി ദേവി ശാസ്താവിന് കാഴ്ചവെച്ചു. ദേവിയുടെ മഹാശക്തി മനസ്സിലാക്കിയ ശാസ്താവ് ദേവിക്ക് സ്ഥാനം നൽകുകയും നീ വീട്ടേക്ക് വീട്ടുപരദേവതയും നാട്ടേക്ക് നാട്ടുപരദേവതയും കന്നിരാശിക്ക് കന്നി പരദേവതയും എന്ന് അനുഗ്രഹിച്ച് തൃക്കാൽ തെറ്റി വഴി കൊടുത്തു. പിന്നീട് മലനാട്ടിലെ കോലത്തിരിനാട്ടിലെത്തി അവിടെ ദേവിക്ക് കോലരൂപവും കലശവും കുരുതിയും നൽകി ആചരിച്ചു. സന്തുഷ്ടയായ ദേവി ഭക്തർക്ക് അനുഗ്രഹം ചെരിഞ്ഞുകൊണ്ട് കോലത്ത് നാട്ടിൽ സ്ഥാനമുറപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. വേലൻ സമുദായത്തിലുള്ളവരാണ് കുണ്ടോറ ചാമുണ്ഡി തെയ്യം കെട്ടിയാടുന്നത്. വടക്കൻ കേരളത്തിൽ തെയ്യക്കാലം ആരംഭിക്കുന്ന തുലാം 10 തൊട്ട് മുമ്പ് ആദ്യം ഇറങ്ങുന്ന തെയ്യവും ആണ് കുണ്ടോറ ചാമുണ്ഡി. കുണ്ടോറ ചാമുണ്ഡി തെയ്യം ഉറഞ്ഞാടുമ്പോൾ കാവ് കൈലാസ സങ്കല്പവും തെയ്യം ശിവസങ്കല്പവുമാവും. പാഞ്ഞെടുക്കുന്ന കാലാഗ്നിയെ സ്വയം വിഴുങ്ങി അപകടം ഒഴിവാക്കുന്ന മഹേശ്വര കഥ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കത്തുന്ന നെയ്ത്തിരി കടിക്കുന്ന ചടങ്ങും കുണ്ടോറ ചാമുണ്ഡി തെയ്യത്തിലുണ്ട്.
തുളു ഭാഷയിലെ പദങ്ങൾ നിറഞ്ഞതാണ് കുണ്ടോറ ചാമുണ്ടിയുടെ തോറ്റം. തുളു വേലന്മാരുടെ പൂർവികർ കർണാടകയിലെ കുന്താപുരത്ത് നിന്നുമാണ് മലനാട്ടിലേക്ക് എത്തിയതെന്നും തുളുനാട്ടിൽ അവർ ആരാധിച്ചിരുന്ന കുന്താപുര ചാമുണ്ടിയാണ് പിന്നീട് മലനാട്ടിൽ കുണ്ടോറ ചാമുണ്ടി എന്ന പേരിൽ അറിയപ്പെട്ടതെന്നും കുന്താപുര എന്ന വാക്ക് ലോപിച്ചാണ് കുണ്ടോറ എന്ന പദമുണ്ടായതെന്നും മറ്റൊരു വിശ്വാസവുമുണ്ട്. ഇതിൽ നിന്നും അല്പം ഭിന്നമായ ഒരു കഥയുണ്ട്. ദാരികാസുരനെ വധിച്ച ശേഷം കുളിക്കുവാനായി കാവേരിയിൽ പോയ കാളി അവിടെ താമസിക്കാൻ തുടങ്ങിയത്രേ. അങ്ങനെ ഒരിക്കൽ കുണ്ടൂർ തന്ത്രി കാവേരിയമ്മയെ ഭജിക്കാനായി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കോലത്ത് നാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് കുണ്ടോറപ്പൻ്റെ അമ്പലത്തിൽ താമസിക്കാൻ തുടങ്ങിയ കാളിയെ കുണ്ടോറപ്പൻ വർഷങ്ങളായി വേലക്കാരാക്കി വെച്ചുവെന്നും പിന്നീട് തൻ്റെ ശക്തി തെളിയിച്ച കാളിയെ ശിവൻ മുക്തയാക്കുകയും കാളിക്ക് തൻ്റെ വലതുവശത്ത് സ്ഥാനമൊരുക്കുകയും ചെയ്തു അത്രേ. കുണ്ടൂർ തന്ത്രിയുടെ കൂടെ കോലത്ത് നാട്ടിലേക്ക് വന്നതുകൊണ്ടാണ് കുണ്ടൂർ ചാമുണ്ടി എന്നും വിളിക്കുന്നത്. ഈ തെയ്യത്തിൻ്റെ പുറപ്പാട് കെട്ടിയാടുന്നതിന് മുന്നേയുള്ള ചടങ്ങ് കുണ്ടൂർ ചാമുണ്ടിയുടെ ഇളംകോലമാണ്. കത്തിജ്വലിക്കുന്ന തീ വിഴുങ്ങി കാട്ടുന്നത് ഈ ഇളംകോലമാണ്. എന്നാൽ മോന്തിക്കോലം എന്ന ചടങ്ങ് കുണ്ടാടി ചാമുണ്ടി കുണ്ടോറപ്പൻ്റെ വേലക്കാരിയായിരുന്ന കാലത്തെ കാണിക്കുന്നതാണ്. വേലന്മാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നതെങ്കിലും തുളു തോറ്റമാണ് ഈ തെയ്യത്തിന് ആദ്യം പാടുന്നത്. അതിനുശേഷമാണ് പുരാവൃത്ത ഗീതം. മറ്റൊരു പരിവാര ദേവതയായ മോന്തിക്കോലം കുണ്ടോറപ്പൻ്റെ ദാസിയാണ് എന്ന് പറയപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി.